സി ഡി മൂസ ഫസ്റ്റ് പാട്ട് കണ്ടിട്ടില്ല ഗേസിനായിട്ടാണ് സെക്കൻഡ് പാട്ടിന്റെ കാര്യം മോളെ ഞാൻ പ്രതീക്ഷിച്ചൊരു മറുപടിയാണ്. എന്താണ് പറയാത്തത്? ഒരു ബിഗ് ബി ടുവോ കുട്ടികളും മുതിർന്നവരൊക്കെ ഒരുപോലെ വെയിറ്റ് ചെയ്യുന്നു. അതെ, കണ്ടിട്ടില്ല. രണ്ടാം ഭാഗത്തിനായിട്ട് മലയാളികൾ കാത്തിരിക്കുന്ന ആ മലയാള സിനിമകൾ ഏതൊക്കെ എന്നതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. മലയാളികൾ കട്ട വെയിറ്റ് ചെയ്യുന്ന ഫസ്റ്റ് പാട്ട് കണ്ട് അത് മലയാളികൾക്കിടയിൽ ആകാംക്ഷയും അതിലുള്ള കഥാപാത്രങ്ങളോടുള്ള ഇഷ്ടം വർദ്ധിച്ചത് കാരണം മലയാളികൾ സെക്കൻഡ് പാട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന അത്രക്കും ഗംഭീരമായിട്ടുള്ള ആ സിനിമകൾ ഏതൊക്കെ എന്നതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ആ സിനിമകൾ ഏതൊക്കെ നമുക്ക് ആദ്യം അതിനു മുമ്പ് ഐശു എന്ന് വിളിച്ചോക്കാം. ഐശു ഏതാണ്, ഏത് സിനിമക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് എന്ന് ഐശ്വര്യ ഇല്ല. അപ്പോ ഐശു എന്ന് വിളിച്ചോക്കാം. ഓക്കെ, ഞാൻ ഐശ്വര്യ സംസാരിച്ച് അപ്പൊ അവള് പറഞ്ഞത് നിങ്ങള് വ്ളോഗ് ചെയ്യുന്ന സമയത്ത് വിളിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു തരാം ഏതൊക്കെയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്ന സിനിമ എന്നത്. തിരക്കിലോ ഐശ്വര്യ ബിസിയാണല്ലോ ഗൈസ്. ഹലോ, തിരക്കിലാണോ? ഈ എന്താ ബിസിയാ വിളിച്ചപ്പോ? ഓ ആയിക്കോട്ടെ, നമ്മൾ വിളിക്കുമ്പോഴേ കട്ടാവൂലേ. പിന്നെ ഞാൻ വിളിച്ചത് ഞാൻ വ്ളോഗ് എടുക്കണ്ടേ. സബ്ജക്ട് ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മലയാളികൾ വെയിറ്റ് ചെയ്യുന്ന ആദ്യം ഫസ്റ്റ് പാർട്ടില് മലയാളികളെ മനസ്സിലെ ആകാംക്ഷയും അതിലുള്ള കഥാപാത്രങ്ങളോടുള്ള ഒരു ഇഷ്ടമൊക്കെ മലയാളികൾക്ക് തോന്നി. അപ്പൊ സെക്കൻഡ് പാർട്ട് വന്നാൽ മതി എന്ന് വിചാരിച്ചാണ്ട് മലയാളികൾ കാത്തിരിക്കുന്ന ആ സിനിമ ഉണ്ടല്ലോ, ആ സിനിമകൾ ഏതൊക്കെ എന്നതാണ് നമ്മുടെ അന്നത്തെ വ്ളോഗിന്റെ സബ്ജക്ട്. അപ്പൊ ഞാൻ വ്ളോഗിൽ ലൈവായിട്ട് ഞാൻ ഐശ്വര്യ വിളിച്ചോട്ടെ. ഐശ്വര്യ വെയിറ്റ് ചെയ്യുന്ന ആ സിനിമ ഏതൊക്കെയാന്ന് ചോദിക്കാന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴത്തെ ലൈവായിട്ട് വിളിക്കാൻ തന്നെ. ഈ സി ഡി മൂസ ഫസ്റ്റ് പാട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. സി ഡി മൂസ ഫസ്റ്റ് പാട്ട് കണ്ടിട്ടില്ല ഗേസിനായിട്ടാണ് സെക്കൻഡ് പാട്ടിന്റെ കാര്യം ചോദിക്കുന്നത്. സി ഡി മൂസ ഫസ്റ്റ് പാട്ട് കാണാത്ത ആരെങ്കിലും ഉണ്ടാവും ഗേസ്? സി ഡി മൂസ കണ്ടിട്ടില്ലേ? ഷോ ഈ നാളെ തന്നെ ഫ്രീ ആവുമ്പളേ, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഫ്രീ കോഡ് കട്ട് ചെയ്തിട്ട് യൂട്യൂബിൽ CID മൂസ നടിക്കുക. കിട്ടുന്നില്ല? ഞാൻ ടെലഗ്രാമിൽ കിട്ടും. ടെലഗ്രാമിൽ ഞാൻ ലിങ്ക് അയച്ചാൽ അത്രയും വർഷം പിന്നിട്ടിട്ടും ഇപ്പോഴും മലയാളികളെ 5ഉം 10ഉം പ്രാവശ്യം കണ്ടിട്ടും മടുക്കാത്ത ഒരു ഫിലിമാണ്. ഞാനിപ്പോ സെക്കൻഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന സിനിമകളുടെ ലിസ്റ്റ് നോക്കിയപ്പോഴേ സിനിമ വരുന്നുണ്ടോ അറിയാം. ആരോ വെയിറ്റ് ചെയ്യുന്ന സിനിമയാണ് CID മൂസ. അപ്പോ അതിൽ കമന്റിൽ വന്നതിന് പല ആളുകൾ കമന്റ് ചെയ്തിരിക്കുകയാണ്, CID മൂസ സെക്കൻഡ് പാർട്ട് ഇറക്കി കുളമാക്കരുത്, ഫസ്റ്റ് പാർട്ട് എത്ര പ്രാവശ്യം കണ്ടാലും സെക്കൻഡ് പാർട്ട് കുളമാക്കിയാണ്ട് ഇറക്കൽ ഉണ്ടാവരുത്. 10ഉം 15ഉം പ്രാവശ്യം കണ്ടാലും കണ്ട് CID മൂസ. അതിന്റെ ഐശ്വര്യ CID മൂസ കണ്ടില്ലേ? ഈ CID മൂസ കണ്ടിട്ടില്ലാന്ന് ബ്ലോഗിൽ പബ്ലിക് ആക്കണോ അതോ പ്രൈവറ്റ് ചാനൽ ആക്കണോ? കട്ടാക്കിയോ? അതിനിപ്പോ എന്താ, ഞാൻ കട്ടാക്കില്ല, ഞാൻ കേട്ടോ. ഹലോ, CID മൂസ കണ്ടില്ല പറഞ്ഞിപ്പോ എന്താ, എന്താ കുഴപ്പമോ? ഒരു കുഴപ്പമില്ല. അപ്പൊ ഗൈസ് ഏത് വർഷമാണ് ഞാൻ ഓർക്കുന്നില്ല, ഒരുപാട് വർഷമാണ്. ഹലോ ആണ്. അപ്പൊ സെക്കൻഡ് പാർട്ടിന് മലയാളികൾ വെയിറ്റ് ചെയ്യുന്ന സിനിമകളിൽ ഒരു സിനിമയാണ് CID മൂസ. ഇതിനെ ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് വന്നാൽ മതിയായിരുന്നു എന്ന് മലയാളികൾ ബാക്കി പരീക്ഷയോ മലയാളികൾ വെയിറ്റ് ചെയ്യുന്ന ഒരു ഫിലിം. ഞാൻ എനിക്ക് വേറെ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? വേറെ ഒരു ഫിലിമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്. മോളെ ഞാൻ പ്രതീക്ഷിച്ചൊരു മറുപടിയാണ്. എന്താണ് പറയാത്തത്? ഒരു ബിഗ് ബി ടുവോ ബിലാൽ അല്ലേ? ബിഗ് ബി ടു ഇങ്ങനെ ന്യൂസൊക്കെ കേൾക്കേണ്ടി വരുന്നുണ്ടോ ഞാൻ അറിയാം. ബിലാൽ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാം, ആഡ് കാര്യങ്ങളൊക്കെ അറിയാം. മമ്മൂട്ടി പറഞ്ഞിട്ടൊന്നുമില്ല തോന്നുന്നു. കൊച്ചി പറയാൻ കൊച്ചിയില്ലായിരിക്കാം, പക്ഷെ ബിലാൽ പറയില്ല. ബിലാൽ വരുമോ? സമയം വരുമോ? എന്താണ് എന്താ തോന്നുന്നത്? മമ്മൂട്ടിയുടെ ഒരു എക്കണോമിക് കഥാപാത്രമാണ് ബിലാൽ ജോൺ കുരിശികൾ. ടീച്ചറും അടിപൊളി ഇങ്ങനെ ആ ബിഗ് ബി സംഭവം അന്ന് ഇറങ്ങി അന്ന് അത്രത്തോടെ ഓളം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ അത് പിന്നെ ആളുകൾ കണ്ട് ഇപ്പോൾ അത് കണ്ടാൽ മടുക്കാത്തൊരു ഫിലിമാണ്. ഏത് ടൈമിൽ നമുക്ക് ചടക്കാതെ എടുത്ത് കാണാൻ പറ്റിയ ഒരു ഫിലിമാണ് ബിഗ് ബി എന്ന് പറയുന്നത്. അതിന്റെ ആ ഡയലോഗ്, മമ്മൂട്ടിന്റെ ആ ഒരു ശബ്ദം, അതിന്റെ ഒരു മാസ്, അതെ കിട്ടും. അതിന്റെ സെക്കൻഡ് പാർട്ട് വന്നാണല്ലോ ഓളായി കരത്തി കിട്ടറങ്ങെ അതിന് വരുമോ? സാധ്യത അല്ലേ? രണ്ടെണ്ണം വന്ന് ഒന്ന് CID മൂസ ബിലാൽ. അപ്പൊ ഐശ്വര്യ എഡിറ്റ് ചെയ്യുന്ന സിനിമയായിട്ട് ബിലാൽ, ബിഗ് ബി പാർട്ട് 2 ബിലാൽ, അത് മാത്രമേ ഉള്ളൂ. ഞാൻ CID മൂസ വന്നാൽ തിരക്കെടുക്കാറുണ്ട്. പിന്നെ ഐശ്വര്യ പറഞ്ഞ പോലെ ബിലാലിനെ ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ബിഗ് ബിയുടെ സെക്കൻഡ് പാർട്ട്
ബിലാൽ ജോൺ കുരിശിങ്കലിന്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും വെയിറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, ഒരു തിരിച്ചു വരവ് ബിലാൽ ജോൺ ഒരു സെക്കൻഡ് പാർട്ടിലൂടെ ഫസ്റ്റ് പാർട്ടിനേക്കാൾ അതിഗംഭീരമായിട്ട് തിരിച്ചു വരട്ടെ ഏകദേശം. പക്ഷെ മമ്മൂട്ടിക്ക് ഇനി എത്ര വയസ്സായാലും മമ്മൂട്ടിക്ക് അതിനേക്കാൾ ഉഷാറായിട്ട് തിരിച്ചു വരാൻ കഴിയും. അതാണ് മുപ്പര് കഴിയും. പിന്നെ ഞാൻ പിന്നെ ഞാൻ വെയിറ്റ് ചെയ്യുന്ന നമുക്ക് പിന്നെ ഞാൻ വെയിറ്റ് ചെയ്യുന്ന ഒരു ഫിലിമാണ് മിന്നലിന്റെ മുരളി പാർട്ടി 2. ഞാനല്ല ഞാൻ ജെമിനിയിൽ ജസ്റ്റ് അടിച്ചോട്ട് ഞാൻ അടിച്ചോട്ടിപ്പോ പറഞ്ഞു കേട്ടോ. ഞാൻ ജെമിനിയിൽ രണ്ടാം ഭാഗത്തിനായിട്ട് ഏറ്റവും കൂടുതൽ മലയാളികൾ വെയിറ്റ് ചെയ്യുന്ന സിനിമ എന്ന് പറഞ്ഞപ്പോ ഈ പറഞ്ഞ പോലെ ആദ്യം തന്നെ വന്നത് ബിഗ്ബിയാണ്, ബിലാല്. പിന്നെ അതിൽ വന്നത് മിന്നൽ മുരളിയാണ്. മിന്നൽ മുരളി ജെമിനി പറയുന്നുണ്ടല്ലോ മലയാളത്തിലെ ആദ്യത്തെ പക്ക മലയാളത്തിലെ ആദ്യത്തെ പക്ക സൂപ്പർ ഹീറോ ചിത്രം ടോവിനോ തോമസിന്റെ മിന്നൽ മുരളിയുടെ രണ്ടാം ഭാഗം വരുമ്പോൾ വില്ലൻ ആരായിരിക്കും എന്നത് കുട്ടൻ മുരളിയിലെ പുതിയ വിശേഷങ്ങളും അറിയാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ താല്പര്യമുണ്ട്. അത് സത്യം കേട്ടോ. മിന്നൽ മുരളി കുട്ടികളും മുതിർന്നവരൊക്കെ ഒരുപോലെ വെയിറ്റ് ചെയ്യുന്നു. അതെ, അതെ, കുട്ടികൾക്ക് എപ്പോഴും അത് കണ്ടു കഴിഞ്ഞാൽ ചടക്കൂല, എത്ര ആണെങ്കിലും കണ്ടോ. അപ്പോ എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടമായത് ഇതാവില്ല മിന്നൽ മുരളി. കിട്ടലേനോ മുപ്പര ഒരു സ്നേഹവും മുപ്പരക്കൈ അഫയർ ഉണ്ടല്ലോ, അടിപൊളി. വേറെ കേട്ടോ. പിന്നെ പിന്നെ വല്ലാതെ വേറെ പടത്തിലൊന്നും കണ്ടിട്ടില്ല. ഹലോ, പിന്നെ അധികം മലയാളികൾ വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമ എന്താ ഇഷ്ടം? ജനഗണമനല്ലോ. ജനഗണമന കിട്ടിയ അതിന് നമ്മളെ ഒരു ഇന്ത്യൻ പൗരൻ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ഫിലിം കൂടിയാണ് ജനഗണമന എന്ന് പറയുന്നത്. അതിൽ അങ്ങനത്തെ കുറെ വിഷയങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ഒരു ഇന്ത്യൻ പൗരൻ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ഫിലിമാണ് ജനഗണമന എന്ന് പറയുന്നത്. കാണാശോ വേണമെങ്കിൽ കിട്ടുകയാണ് പുള്ളിയാണ്. അതിന്റെ സെക്കൻഡ് പാർട്ടിൽ ഒരുപാട് മലയാളികൾ കാത്തിരിക്കുന്നുണ്ട് എന്ന് പറയും. ഞാൻ ജെമിനിനോട് ചോദിച്ചു, ജെമിനി പറയുന്നുണ്ട് ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, പിന്നെ മലയാളികൾ കാത്തിരിക്കുന്ന ഒരു ഫിലിം ഏതായോ? അത് ഈ വർഷം തന്നെ വരുന്നുണ്ട്, 2026 വരുന്നുണ്ട്. ഏതായിരിക്കും? ദൃശ്യം 3 ആയിശോ. അതൊക്കെ അത് പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷെ ഞാൻ ഇതൊന്ന് എടുത്തു പറയാണ്, ഈ വർഷം 2026 ദൃശ്യം 3 വരുന്നുണ്ട്. ഞാൻ ഐശ്വര്യോട് സെക്കൻഡ് പാർട്ടി പറഞ്ഞു തുടങ്ങിയാണ്ട് എന്റെ ആ ചോദ്യം ചെറുതായിട്ട് പാടി. അപ്പൊ ഞാൻ ദൃശ്യം 3 നമ്മൾ കണ്ടു നോക്കുക എങ്ങനെയുണ്ട് സംഭവം. ജോർജ് കുട്ടനെ ഇപ്പൊ ഞാൻ ഇപ്പൊ എന്താ എനിക്കറിയാം. ഇപ്പൊ സീരിയൽ പോലെ നീട്ടി പറ്റി കൊണ്ടുപോകും. ഇല്ലേ അതൊക്കെ ഉഷാറാവും. ജോർജ് കുട്ടിയെ വരുന്നത് ജോർജ് കുട്ടി വരുമ്പോൾ തകർത്ത് കുടിച്ചടക്കും. ഹലോ, ജോർജ് കുട്ടി കൊടുക്കുമ്പോൾ ഇപ്പൊ പോലീസിനെ ഇനി എങ്ങനെയാണ് കടത്തി വെട്ടിക്കുക, ഇനി എങ്ങനെയാണ് പോലീസായിട്ടുള്ള അവരൊരു ഇത് എങ്ങനെയാണ് സംഭവങ്ങളൊക്കെ നമുക്ക് ദൃശ്യം 3 കൂടെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ജിത്തു ജോസഫിന്റെ 3ാം ഭാഗത്തിന് അതിഗംഭീരമായിട്ട് അവതരിപ്പിക്കും നമ്മൾ വിചാരിക്കുന്നത്. ഈ വർഷം വരുന്നുണ്ട് 2026. പ്രധാനമായിട്ട് ആളുകൾ വെയിറ്റ് ചെയ്യുന്ന സിനിമ ബിഗ്, മിന്നൽ മുരളി, CID മൂസ, ജനഗണമന. ഇത്രയും സിനിമകളാണ് ആളുകൾ കട്ട വെയിറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് പാർട്ട് വന്നാൽ മതിയായിരുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വെയിറ്റ് ചെയ്യുന്നത് ബിലാലിനാണ്. ബിഗ് സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ടാണ് അധികം ആളുകൾ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഐശ്വര്യ ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വെയിറ്റ് ചെയ്യുന്ന ഈ സിനിമകളിൽ ജനഗണമനയാണ്. ജനഗണമന ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ കണ്ടത് മിന്നൽ മുരളിയാണ്. മിന്നൽ മുരളി കുട്ടികളും വലിയവർക്ക് ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഗൂഗിളിന്റെ ഒരു റിവ്യൂ ആണ് കേട്ടോ. ഗൂഗിൾ ജെമിനിയിലൊക്കെ വെച്ചിട്ട് ഞാൻ നോക്കിയപ്പോൾ അതിൽ കിട്ടിയത് ഒരു റിസൾട്ടാണ്. ഹലോ, എന്താ ഇഷ്യൂ സൈലന്റ് ആയിക്കണേ? ടെലഗ്രാമ് പോയിട്ട് CID മൂസ അടിച്ചു നോക്കുകയാണോ? ജനഗണമനെ കേട്ടോ. CID മൂസ ഫുൾ കോമഡിയാണ്, നല്ല കോമഡിയാണ്. കോമഡി ഉണ്ട്, ഒരു സീരിയസ് ഉണ്ട്, അതിലൊരു ഇതുണ്ട്, ഒരു പ്രയാണുണ്ട്, ഒക്കെ ഉണ്ട്. ഭാവയാണ് അതിലെ ആക്ട്രസ്. ഹലോ, അതിൽ ദിലീപ്, ഭാവന. നിങ്ങൾ കട്ട വെയിറ്റ് ചെയ്യുന്ന ആ മലയാള സിനിമ ഏതാണ്? സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ കട്ട വെയിറ്റ് ചെയ്യുന്ന ആ മലയാള സിനിമ ഏതാണ് എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക ഗൈസ്. ഞാൻ കട്ട വെയിറ്റ് ചെയ്യുന്ന സിനിമ ബിഗ് തന്നെയാണ്. ഐഷു കട്ട വെയിറ്റ് ചെയ്യുന്ന സിനിമ ബിഗ് തന്നെയാണ് അല്ലേ ഐഷു? അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ആ സിനിമ ഏതാണ്? ഈ പറഞ്ഞതിൽ ഉണ്ടോ? ആ സിനിമ ഏതാണ്? നിങ്ങൾ കമന്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം. മറ്റൊരു വീഡിയോ കാണാം. ബൈ ഐഷു, ബൈ. ഓക്കെ.